നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. സജിത് കണ്ണൂരിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസം വിവിധ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെയൊരു റിപ്പോർട്ട് നമ്മൾ കണ്ടു. സജിത് കണ്ണൂരിനെ കാത്തലിക് ചർച്ചിൻ്റെ ഒരു കോൺഗ്രിഗേഷൻ, വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ, അവരുടെ റിട്രീറ്റുകളിൽ നിന്ന്, അവരുടെ കോൺഗ്രിഗേഷൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് വിലക്കിയിരിക്കുകയാണ്. സാധാരണയായിട്ട് ആസാദിയുടെ ഒരു പ്രത്യേകത, ആസാദി ആരുടെയും പേരെടുത്ത് പറഞ്ഞ് സാധാരണ ഈ ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ ചർച്ച ചെയ്യാറില്ല. എന്നാൽ ഈ സജിത് കണ്ണൂരിൻ്റെ വിഷയത്തിൽ നമ്മളിപ്പോൾ പേരെടുത്ത് പറഞ്ഞ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം, ഇത് പബ്ലിക് ഡൊമൈനിൽ സജിത് കണ്ണൂരിനെ കുറിച്ചുള്ള വാർത്തകൾ, എല്ലാവർക്കും അറിയാവുന്ന വാർത്തകൾ, ഇനി അതിനകത്ത് ഹൈഡ് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് ആസാദിയുടെ പ്രഖ്യാപിത പോളിസി എങ്ങനെയാണെങ്കിലും അത് പബ്ലിക് ഡൊമൈനിലുള്ളതായതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സജിത് കണ്ണൂരിൻ്റെ ശുശ്രൂഷ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനങ്ങളും സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു കത്ത് കോൺഗ്രിഗേഷൻ്റെ കീഴിലുള്ള എല്ലാവർക്കും അയച്ചിരിക്കുന്നു. അതായത് സജിത് കണ്ണൂർ ദുരുപദേശങ്ങൾ പ്രസംഗിക്കുന്നു എന്നതാണ് ആ കത്തിൽ അവർ അതിൻ്റെ കാരണമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും മാർസിയോണിസം എന്നറിയപ്പെടുന്ന ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ദുരുപദേശത്തിൻ്റെ പുതിയ വകഭേദം അദ്ദേഹം പ്രസംഗിക്കുന്നു എന്നതാണ് അവർ കാരണമായി പറഞ്ഞിരിക്കുന്നത്. ഇനിയും സജിത് കണ്ണൂരിനെക്കുറിച്ച് അധികമൊന്നും കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ചില വിവരങ്ങൾ പറയാം. കാത്തലിക് ചർച്ചിൽ തന്നെ ജനിച്ചു വളർന്ന സജിത് കണ്ണൂർ പിന്നീട് ഒരു പെന്റിക്കോസ്റ്റൽ വിശ്വാസിയായി തീരുകയും പെന്റിക്കോസ്റ്റൽ വേദപാഠശാലയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയ ശേഷം അറിയപ്പെടുന്ന ഒരു പെന്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പ്രീച്ചറായി താൻ കുറേ കാലങ്ങൾ പെന്തക്കോസ്റ്റൽ വിശ്വാസികൾക്കിടയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. പിന്നീട് തൻ്റേതായ ഒരു കൂട്ടായ്മ സ്ഥാപിക്കുകയും അതിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൂസേഡുകളും മീറ്റിങ്ങുകളും ഓപ്പൺ എയർ മീറ്റിങ്ങുകളും ഒക്കെയായി താൻ വളരെയധികം പേര് സമ്പാദിച്ച ഒരു ആളാണ് സജിത് കണ്ണൂർ. എന്നാൽ 2020 ആയപ്പോൾ അദ്ദേഹം തിരിച്ച് കാത്തലിക് ചർച്ചിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ മടങ്ങിപ്പോകാനുള്ള കാരണം, പെന്റിക്കോസ്റ്റൽ സഭകളുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ പ്രശ്നമുണ്ടെന്നും ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നുവെന്നും പെന്തക്കോസ്റ്റൽ സമൂഹങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചില പെന്റിക്കോസ്റ്റൽ ഡിനോമിനേഷൻസ് അദ്ദേഹത്തെ പ്രൊഹിബിറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ വിലക്കുകയും ചെയ്തു. അതായത് ആ പർട്ടിക്കുലർ പെന്റിക്കോസ്റ്റൽ സഭകളിൽ അദ്ദേഹത്തെ ശുശ്രൂഷിപ്പിക്കുവാൻ പാടില്ല എന്ന് ഉള്ള കത്തുകൾ സഭാ നേതൃത്വം ലോക്കൽ ചർച്ചുകൾക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ സജിത് കണ്ണൂർ പെന്തക്കോസ്റ്റുകാർക്കിടയിൽ അദ്ദേഹം നിരോധിക്കപ്പെട്ടവനായി മാറിയപ്പോൾ പിന്നീടുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സജിത് കണ്ണൂർ കാത്തലിക് ചർച്ചിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അന്ന് കാത്തലിക് ചർച്ചിലേക്ക് സജിത് കണ്ണൂർ മടങ്ങിപ്പോകുമ്പോൾ അത് വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, ആഘോഷിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഉദാഹരണത്തിന് 15 ജനുവരി 2020 കാത്തലിക് ന്യൂസ് ഏജൻസി എന്ന് പറയുന്ന ഓൺലൈൻ പത്രത്തിൽ വന്ന ഒരു വാർത്ത ഇങ്ങനെയാണ്: ഫൗണ്ടർ ഓഫ് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റ് റിട്ടേൺസ് ടു കാത്തലിക് ചർച്ച്. അതായത് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ സ്വന്തമായിട്ടൊരു സഭ സ്ഥാപിച്ചു എന്ന കാരണത്താലാണ് അവരങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത്. അല്ലാതെ പെന്റിക്കോസ്റ്റൽ മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടറൊന്നുമല്ല സജിത് കണ്ണൂർ. അദ്ദേഹം കാത്തലിക് ചർച്ചിലേക്ക് മടങ്ങി വന്നു എന്ന് പറഞ്ഞ ഒരു വാർത്ത കാത്തലിക് ന്യൂസ് ഏജൻസി പബ്ലിഷ് ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയിൽ തീർന്നു. അങ്ങനെ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സംഭവമാണ് സജിത് കണ്ണൂരിൻ്റെ കാത്തലിക് ചർച്ചിലേക്കുള്ള മടങ്ങിപ്പോക്ക്. എന്നാൽ 5 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കാത്തലിക് ചർച്ചിൻ്റെ തന്നെ ഒരു കോൺഗ്രിഗേഷൻ അദ്ദേഹത്തെ പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് കത്ത് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കും അറിവിനും വേണ്ടി പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വാർത്തയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രത്യേകിച്ചും സജിത് കണ്ണൂരിനെ കുറിച്ചുള്ള വാർത്തകൾ വന്ന വീഡിയോകൾക്കും വാർത്തകൾക്കുമൊക്കെ താഴെയുള്ള കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. ഒന്നാമത് ആളുകൾ മനസ്സിലാക്കേണ്ടത്, സജിത് കണ്ണൂർ പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളർന്ന ഒരാളല്ല, കാത്തലിക് ചർച്ചിൽ നിന്ന് പെന്തക്കോസ്റ്റിൽ വന്ന് കാത്തലിക് ചർച്ചിലേക്ക് തന്നെ മടങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സജിത് കണ്ണൂരിനെ അനുകൂലിക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് കാത്തലിക് ചർച്ച് സജിത് കണ്ണൂരിനെ പുറത്താക്കിയിട്ടില്ല, അതിലെ ഒരു കോൺഗ്രിഗേഷൻ മാത്രമാണ് ഈ പ്രൊഹിബിഷൻ ലെറ്റർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സജിത് കണ്ണൂരിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഒരു വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ മാത്രമാണ് അദ്ദേഹത്തിനെതിരായിട്ടൊരു ലെറ്റർ പുറപ്പെടുവിച്ചിരിക്കുന്നത്, കാത്തലിക് സഭ. അങ്ങനെയുള്ള 100 കണക്കിന് കോൺഗ്രിഗേഷൻ ചേർന്നതാണ്. മറ്റ് കോൺഗ്രിഗേഷനിലൊന്നും അദ്ദേഹത്തിന് പ്രസംഗിക്കുവാൻ തടസ്സമില്ല എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, പെന്തക്കോസ്ത് സഭയിൽ നിന്നും ഇതുപോലെ തന്നെ സജിത് കണ്ണൂരിന് ഒരു നിരോധനം, ഒരു പ്രൊഹിബിഷൻ
വന്നപ്പോൾ എല്ലാ പെന്തക്കോസ്തുകാരും കൂടെ ഒന്നിച്ചു ചേർന്നല്ല സജീദ് കണ്ണൂരിനെ നിരോധിച്ചത്. കേവലം 1-2 പെന്തക്കോസ്തിൻ്റെ അകത്തുള്ള 100 പെന്തക്കോസ്റ്റൽ ഡിനോമിനേഷനിൽ 1-2 ഡിനോമിനേഷനാണ് സജീദ് കണ്ണൂരിനെതിരെ പരസ്യമായിട്ട് ലെറ്റർ എഴുതിയത്. സജീദ് കണ്ണൂരിനെ ഇനിയും സഭകളിൽ ശുശ്രൂഷിപ്പിക്കാൻ പാടില്ലെന്ന് പരസ്യമായ പ്രൊഹിബിഷൻ എഴുതിയത് 1-2 ചർച്ചുകൾ മാത്രമാണ്. പക്ഷേ ഒരു ചർച്ച് ഒരു പ്രൊഹിബിഷൻ ലെറ്റർ കൊടുത്താൽ അത് തന്നെ ധാരാളമാണ്. മറ്റ് സഭകളൊന്നും പിന്നീട് ഈ പറഞ്ഞ നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ വിളിക്കുകയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് IPC സഭ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. കുറേ ആളുകളുടെ പേര് വെച്ചിട്ട് ഇവരെ ആരെയും ശുശ്രൂഷിപ്പിക്കുവാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്തു. അതിൻ്റെ ചുവട് പിടിച്ച് അതിനോട് ചേർന്ന് ചർച്ച് ഓഫ് ഗോഡും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു ലിസ്റ്റ് പുറത്തിറക്കുവാനിടയായി തീർന്നു. ഈ ലിസ്റ്റ് പരക്കെ പെന്തക്കോസ്റ്റൽ സമൂഹത്തിനിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു. IPCയും ചർച്ച് ഓഫ് ഗോഡും മാത്രമല്ല, ബാക്കി സഭകൾ അസംബ്ലീസ് ഓഫ് ഗോഡും ഷാരോനും ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചും പിന്നെ അങ്ങനെ ഒത്തിരി പെന്തിക്കോസ്റ്റൽ ചർച്ചുകളുണ്ടല്ലോ, ഇവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ IPCയോ ചർച്ച് ഓഫ് ഗോഡ് എടുത്ത തീരുമാനത്തിൻ്റെ കൂടെ തന്നെ നിന്നു. പിന്നീട് പരസ്യമായിട്ട് അവരാരും ഇതുപോലെയുള്ള പ്രൊഹിബിഷൻ ലെറ്ററുകളൊന്നും പുറപ്പെടുവിച്ചില്ലെങ്കിലും അവരാരും ഈ ലിസ്റ്റിൽ പറഞ്ഞ ആളുകളെ വിളിക്കാതെ അവരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ മാത്രമാണ് സജീദ് കണ്ണൂരിനെ അവരുടെ റിട്രീറ്റുകളിൽ നിന്ന് വിലക്കിയിട്ടുള്ളത്. പക്ഷേ മറ്റ് കോൺഗ്രിഗേഷൻസും ആ വിലക്ക് കണ്ടിട്ട് സജീദ് കണ്ണൂരിനെ വിളിക്കുന്നത് അവോയ്ഡ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് സ്വാഭാവികമാണ്. ഒരിക്കൽ ഒരാൾ ക്വസ്റ്റ്യൻ മാർക്കിലായാൽ മറ്റുള്ളവർ പരസ്യമായ ബാൻ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ബാൻ ചെയ്തെന്നോ പ്രൊഹിബിറ്റ് ചെയ്തെന്നോ ഉള്ള ലെറ്റേഴ്സ് പുറപ്പെടുവിച്ചില്ലെങ്കിലും മറ്റുള്ളവരെല്ലാം ഈ വ്യക്തി ഒരു ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യും. അതാണ് പെന്തക്കോസ്റ്റിൽ സജീദ് കണ്ണൂരിന് സംഭവിച്ചതെന്ന് ഉള്ളത് ആളുകൾ മനസ്സിലാക്കണം. ഇനിയും സജീദ് കണ്ണൂർ പഠിപ്പിച്ച ദുരുപദേശം മാർസിയോണിസമാണ്. അദ്ദേഹം പഠിപ്പിച്ച ദുരുപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. മാർസിയോണിസം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ യേശുവിൻ്റെ പിതാവാകുന്ന ദൈവവും രണ്ടാണ്. പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ്, യേശുവിൻ്റെ പിതാവായ ദൈവം സ്നേഹവാനാണ് എന്നിത്യാദി വരുന്ന ഒരു ദുരുപദേശം. ഇതാദ്യമായിട്ട് പഠിപ്പിച്ചത് മാർസിയോണാണ് 2-ാം നൂറ്റാണ്ടിൽ. മാർസിയോണിൻ്റെ ആ ഉപദേശത്തിൻ്റെ ഒരു പുതിയ വകഭേദമാണ് ഈ പറഞ്ഞ സജീദ് കണ്ണൂരും പഠിപ്പിച്ചത് എന്ന് ആ ലെറ്ററിൽ നമ്മൾ കാണുന്നു. എനിക്ക് വളരെ ഊന്നൽ കൊടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ പെന്തക്കോസ്റ്റിൽ നിന്ന് സജീദ് കണ്ണൂരിനെ പുറത്താക്കാൻ ഉള്ള ഒരു കാരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ നിരോധന ലെറ്ററുകൾ പുറത്തു വരാനുള്ള കാരണം, പെന്തക്കോസ്റ്റുകാർ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം അന്ന് തന്നെ സജീദ് കണ്ണൂർ പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങളായിരുന്നു. അതായത് ഇന്ന് പഠിപ്പിക്കുന്ന മാർസിയോണിസമല്ല, അന്ന് മറ്റു പല ഉപദേശങ്ങളും, പ്രത്യേകിച്ചും എക്സ്ട്രീം ഗ്രേസ്, കൃപ നമ്മൾ വിശ്വസിക്കുന്നു, കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ, അതായത് കൃപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വീണുപോകത്തില്ല എന്നിത്യാദി പഠിപ്പീരുകൾ, പാപം ചെയ്താൽ പോലും കൃപയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല എന്നുള്ള പഠിപ്പീരുകൾ. ചിലർ പറയുന്നത് എക്സ്ട്രീം ഗ്രേസിനെ കുറിച്ച് പറയുന്നത് പാപം ചെയ്താലും നമ്മൾ വീഴുന്നത് കൃപയിലേക്കാണ്, അല്ലാതെ കൃപയ്ക്ക് പുറത്തല്ല എന്നുള്ള തരത്തിലുള്ള എക്സ്ട്രീം ഗ്രേസിൻ്റെ പഠിപ്പീരുകളാണ് സജീദ് കണ്ണൂരിനെതിരെ ആദ്യമായിട്ട് ഉയർന്ന ഒരു ആരോപണം. ആ സമയങ്ങളിൽ പെന്തക്കോസ്ത് മുഖ്യധാര TV മാധ്യമങ്ങളിലൊക്കെ സജീദ് കണ്ണൂരുമായിട്ട് ലൈവ് ചർച്ചകൾ വന്നിരുന്നു. ആ ഉപദേശത്തെക്കുറിച്ച് എബി അരൂരും അതുപോലെ തന്നെ സാജു ജോൺ മാത്യുവും ഇവരൊക്കെ ലൈവ് TV ചർച്ചകൾക്ക് ഇരുന്നിരുന്നു. അതായത് സജീദ് കണ്ണൂരിൻ്റെ ഉപദേശത്തെ ഖണ്ഡിക്കുവാൻ വേണ്ടി അദ്ദേഹത്തോട് നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട സജീദ് കണ്ണൂർ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റായിട്ടുള്ള ഉപദേശമായിരുന്നു പ്രിറ്റേറിസം. പ്രിറ്റേറിസം എന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ സജീദ് കണ്ണൂരിൻ്റെ ആ ഒരു പഠിപ്പിനനുസരിച്ച് നീറോയുടെ കാലത്ത് തന്നെ ജെറുസലേം ദേവാലയമൊക്കെ തകർക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ തന്നെ യേശുവിൻ്റെ മെഗാപ്രത്യക്ഷത സംഭവിച്ചു കഴിഞ്ഞു. ഈ ബീസ്റ്റ് എന്ന് വിളിക്കുന്നത് നീറോയായിരുന്നു. അപ്പോൾ പ്രിറ്റേറിസം എന്നാണ് ഇതിന് പറയുന്നത്. യേശുവിൻ്റെ മടങ്ങി വരുന്നതിന് വേണ്ടി നമ്മൾ ആവലോട് കാത്തിരിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അത് സംഭവിച്ചു എന്ന് പഠിപ്പിക്കുന്ന ഒരു പഠനം, ഒരു തെറ്റായ ഉപദേശമാണ് സജീദ് കണ്ണൂർ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന വളരെ ഗുരുതരമാകുന്ന ഒരു മാരകമാകുന്ന ഒരു തെറ്റായ ഉപദേശമെന്ന് പറയുന്നത്. എന്താണെങ്കിലും പെന്തക്കോസ്റ്റിൽ നിൽക്കുമ്പോഴാണ് അതൊക്കെ പഠിപ്പിച്ചത്. പെന്തക്കോസ്റ്റുകാർ അദ്ദേഹത്തെ പുറത്താക്കിയ ശേഷം കാത്തലിക് ചർച്ചിലേക്ക് അദ്ദേഹം ചെന്നു. കൊട്ടും കുരുവയും ഒക്കെ ആയിട്ട് ആഘോഷിച്ച് കാത്തലിക് ചർച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൻ്റെ ഒരു ഫൗണ്ടറിനെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് കാത്തലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തതുപോലെ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഇനി ഞാൻ എല്ലാ എപ്പിസ്കോപ്പൽ സഭകളോടും എല്ലാ ഡിനോമിനേഷനോടും പറയുകയാണ്, ഒരു സഭ വിട്ട്
മറ്റൊരു സഭയിലേക്ക് ഒരാൾ ചേക്കേറുമ്പോൾ ഈ കൈയും കൊട്ടി സ്വീകരിക്കുന്ന ഒരു പതിവ് നമ്മൾ ആരാണെങ്കിലും അത് അപകടം ഉണ്ടാക്കും. അതായത് ഇനിയും കാത്തലിക് ചർച്ച് പോകട്ടെ, പെന്തക്കോസ്ത് സഭകൾക്ക് അകത്ത് തന്നെയാണെങ്കിൽ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ഒരാൾ കുടിയേറാൻ ശ്രമിക്കുമ്പോൾ എന്ത് കാരണം കൊണ്ട് അദ്ദേഹം സഭ മാറുന്നു എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കി മാത്രമേ ഈ അംഗത്വം കൊടുക്കുകയും പിന്നെ കൈയടിച്ച് സ്വീകരിക്കുകയൊക്കെ ചെയ്യാവുള്ളൂ. എൻ്റെ പരിചയത്തിലുള്ളൊരു പഴയ പാസ്റ്റർ പറയുന്ന ഒരു വാചകമായിരുന്നു, കൊമ്പിൽ രക്തമുള്ള, കൊമ്പിൽ ചോരയുള്ള ഒരു ആടിനെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അടുത്ത സഭയിലെ ഇടയനെ കുത്തിയിട്ട് വരുന്ന ആടിനെ ഈ സഭയിൽ സ്വീകരിച്ചാൽ ഇവിടെയും അവൻ ഇടയനെ കുത്തുമെന്ന് പണ്ട് പ്രായമുള്ള ഒരു ദേവദാസൻ പറഞ്ഞ ഒരു നല്ല ഗുണപാഠം എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരു ചർച്ചിൽ നിന്ന് മറ്റൊരു ചർച്ചിലേക്ക് ഒരാൾ വരുമ്പോൾ അതിന് ന്യായമായിട്ട് ഒരു കാരണമുണ്ടാകണം. പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആ വ്യക്തി കൺവീനിയൻസ്, അതായത് താൻ താമസിക്കുന്നതിൻ്റെ അടുത്ത ഉള്ളൊരു സ്ഥലത്തേക്ക് അദ്ദേഹം ചർച്ചിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു, ന്യായമായ കാരണമാണ്. 2, ഉപദേശപരമാകുന്ന പ്രശ്നം. ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ തെറ്റായ ഉപദേശമുണ്ട്, അത് വചനപ്രകാരമുള്ളതല്ലെങ്കിൽ വചനപ്രകാരം ഉപദേശമുള്ള ഒരു സഭയിലേക്ക് മാറാം. അങ്ങനെ ഉള്ളതല്ലാത്ത ന്യായമായ കാരണങ്ങളില്ലാത്ത മാറ്റങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും മുടക്കിയ പാർട്ടികളെ നമ്മൾ വിളിച്ചു കയറ്റിയാൽ നാളെ അദ്ദേഹം ഒരു തലവേദനയായിരിക്കും. ഇത് പെന്തക്കോസ്തിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ ഒരു ഡിനോമിനേഷനിൽ നിന്ന് മറ്റൊരു ഡിനോമിനേഷനിലേക്ക് ഒരു വ്യക്തി പോകുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ മാറി വരുന്നു എന്നുള്ളത് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് മാത്രമേ അദ്ദേഹത്തിന് ആ കുടുംബത്തിന് മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയും പ്രത്യേകിച്ചും പെന്തക്കോസ്തിൽ നിന്ന് ആരെയെങ്കിലും പുറത്താക്കുമ്പോൾ അവരെ എപ്പിസ്കോപ്പൽ സഭകളിലേക്ക് വിളിച്ചു കയറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ കാലത്ത് അങ്ങനെ പലരും എപ്പിസ്കോപ്പൽ സഭകളിലേക്ക് തിരിച്ചു പോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെ നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യും, പെന്തക്കോസ്തുകാരൊക്കെ തിരിച്ചപ്പോൾ എപ്പിസ്കോപ്പൽ സഭകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ സജീദ് കണ്ണൂരിനെ പോലെ പിന്നെ XYZ കുറേ ആളുകളുണ്ട്. അവരെയൊക്കെ തിരിച്ചു ചെല്ലുമ്പോൾ നല്ല കയ്യടിയും സ്വീകരണമൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർമ്മയിലിരിക്കണം, പെന്തക്കോസ്തിൽ നിന്ന് ഒരുത്തനെ മുടക്കിയെങ്കിൽ, ദുരുപദേശം പറഞ്ഞ് മുടക്കിയെങ്കിൽ, അതായത് ഈ ആൾ പഠിപ്പിക്കുന്ന ഉപദേശം തെറ്റാണെന്ന് പറഞ്ഞ് പെന്തക്കോസ്തിയിൽ നിന്ന് ഒരുത്തിനെ പ്രൊഹിബിറ്റ് ചെയ്തെങ്കിൽ, ബാൻ ചെയ്തെങ്കിൽ, അതിൻ്റെ അർത്ഥം അവനെ വേറെ എങ്ങും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത അത്ര വലിയ ദുരുപദേശം പഠിപ്പിച്ചവനാണ്. അല്ലാതൊന്നും വേദപുസ്തകം നന്നായി പഠിപ്പിക്കുന്ന പെന്തക്കോസ്തുകാരാരെയും പുറത്ത് വിടത്തില്ല. വളരെ വ്യക്തമായി കാതലായ എന്തോ പ്രശ്നമുണ്ടായിട്ടാണ് ഈ പറഞ്ഞ പലരെയും പെന്തക്കോസ്തിൽ നിന്ന് പുറത്തു വിട്ടത്. അവരെ പെന്തക്കോസ്തുകാരൻ ഞങ്ങൾക്ക് തിരിച്ചു വന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സ്വീകരിച്ചാൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റും. സജീദ് കണ്ണൂരിനെ കാത്തലിക് ചർച്ച് സ്വീകരിച്ചതുകൊണ്ട് ഗുണമല്ല, ഇപ്പോൾ ദോഷമാണെന്ന് 2025 അവർ തന്നെ പറയുന്നു. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും മറ്റേതെങ്കിലും സഭ ഉപദേശപ്രശ്നം പറഞ്ഞ്, ദുരുപദേശം പറഞ്ഞ് ഒരുത്തനെ മുടക്കിയാൽ നമ്മുടേതാകുന്ന അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ മുടക്കിയ സഭ ഏതാണോ അവരോട് ഒന്ന് വിജയിച്ച് കാണിക്കാൻ, പകരം വീട്ടുവാൻ അവനെ ഈ പറഞ്ഞതുപോലെ ആഘോഷമായിട്ട് സ്വീകരിച്ചാൽ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരുമെന്നുള്ള ഒരു ഗുണപാഠം ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.